ഗാഡ്ജറ്റ്സ് കൊടുക്കാറുണ്ട്. ഫോൺ ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, ടിവിയിൽ കാർട്ടൂൺസ് ആയിക്കോട്ടെ. ഇതൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന കുട്ടികൾ ഒരു റിയൽ വേൾഡിൽ നിന്ന് എപ്പോഴും മാറിയായിരിക്കും ജീവിക്കുന്നത്. ഈ കാണുന്ന കാർട്ടൂൺസും അല്ലെങ്കിൽ വയലൻസും ഒക്കെ ആയിരിക്കും അവരുടെ മുന്നിലുള്ള ഒരു ലൈഫ് എക്സാമ്പിൾസ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടൊന്നും നിയന്ത്രിക്കാൻ സാധിക്കില്ല. പക്ഷെ അവരെന്താണ് കാണുന്നത്, അവരതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു ധാരണ വേണം. മറ്റൊരു കാര്യമാണ്, പലരും ഇപ്പോൾ ഫ്ലാറ്റിലും അതുപോലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ന്യൂക്ലിയർ ഫാമിലീസിലാവുമ്പോൾ മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം സമയം കിട്ടുന്നതനുസരിച്ച് നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോഴോ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോഴൊക്കെ കുട്ടികളെയും കൂടെ കൂട്ടുക. ചുറ്റുമുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കുട്ടികൾക്ക് കൊടുക്കുക. അവർക്ക് സംസാരിക്കാനും ചുറ്റുമുള്ള കാര്യങ്ങൾ കാണാനും കേൾക്കാനും തൊടാനും ഒക്കെ നമ്മളൊരു ഫ്രീഡം കൊടുക്കുക. കുട്ടികൾ വീഴുമെന്ന് ഓർത്ത് അവരെ എപ്പോഴും പിടിച്ചു നിർത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും തൊടാൻ പോകുമ്പോഴേക്കും അവർക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ എന്നുള്ള ഓവർ ടെൻഷൻ പല പേരൻസിനുണ്ടാവും. കുറേയൊക്കെ നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് വിവേകപൂർവ്വം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് വിടാനും കുട്ടികളുടെ ചിന്താഗതികളൊക്കെ കുറച്ചുകൂടി വിപുലമാക്കാനും നമുക്ക് സാധിക്കും.